മനസ്സിലായില്ലേ? ഉസ്താദ് പറഞ്ഞു ഔലിയാക്കളുടെ കറാമത്ത് വെളിവാക്കാൻ വേണ്ടി കുത്തറാത്തീബ് പ്രകടമാക്കുന്നു. ഫാസിക്കുകൾ അല്ലെങ്കിൽ കള്ളുകുടിയന്മാരെ പോലത്തെ ആളുകളിൽ നിന്നാണ് ഇന്ന് കുത്തറാത്തീബ് അധികം സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഉസ്താദിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അങ്ങനെ വരുന്നതിൽ കുഴപ്പമില്ല. ഫാസിക്കിന്റെ കൈക്കായാലും വരുന്നത് ഔലിയാക്കന്മാരുതാണല്ലോ. അതായത് നിങ്ങൾക്ക് തന്നെ തിരിയുന്നൊരു ഉദാഹരണം ഉണ്ട്. ഒരു വലിയ മഹാൻ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്നതൊരു വലിയ കറാമത്താണെങ്കിൽ ആ കറാമത്ത് ഒരു തമ്മാടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം വന്നൂടെ? ഒരു തമ്മാടിക്ക് കുറെ കാലമായിട്ടൊരു കുട്ടിയില്ല, നിനക്ക് ഇന്ന് പോയി സംഭോഗം നടത്തിക്കോ, ഇന്ന് എനിക്ക് ഗർഭമുണ്ടാവും, ഇതിൽ നീ ഇത്രാം തീയതി പ്രസവിക്കും എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു കറാമത്ത് പ്രകാരം ഒരു കശ്ഫിന്റെ വിവരം പറഞ്ഞു. അങ്ങനെ അയാൾക്ക് കുട്ടിയുണ്ടായി. ഇയാളാണെങ്കിൽ വലിയ ഫാസിക്കും ദുർനടപ്പുകാരനായിരുന്നു. അപ്പൊ അയാൾ കൈക്കല്ലേ ഈ കറാമത്ത് സഫലായത്? അങ്ങനെ വരാലോ, എല്ലാവർക്കും സമയല്ലേ. നമസ്കാരം. ഫാസിക്കുകളിലൂടെ ഔലിയാവിന്റെ കറാമത്ത് എതിരാണല്ലോ ഫാസിക്കുകളിൽ നിന്നല്ല, ഫാസിക്കുകളിലൂടെ ഔലിയാവിന്റെ കറാമത്ത് വെളിപ്പെടാം. അതാ ഫാസിക്കുകളിൽ നിന്ന് വന്നതാണെങ്കിൽ, അതായത് ഞാൻ ചെയ്തു ഞാനാക്കി എന്നാണ് ആ ഫാസിക്ക് പറയുന്നതെങ്കിൽ അതിന് കറാമത്ത് എന്ന് പറയില്ല. ഒരേ വിഷയം തന്നെ അത്ഭുതകരമായത് തന്നെ ഫാസിക്കിൽ നിന്നുണ്ടാകുമ്പോൾ അത് പേര് മാറും. ഇസ്തിറാജുനോ അല്ലെങ്കിൽ മോശപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലികമായ അള്ളാഹുവിന്റെ മോശത്തിനുള്ള സഹായം എന്നുള്ള നിലക്കൊക്കെ ആയിട്ട് മാറും. സ്വാലിഹായ നല്ല മനുഷ്യന്മാരിൽ നിന്നുണ്ടാവുമ്പോഴേ അതിന് കറാമത്ത് എന്ന് പേര് പറയുള്ളൂ. അത്ഭുതങ്ങൾക്ക് തന്നെ ഈ പേരൊക്കെ. അപ്പൊ ഫാസിക്കിൽ നിന്നുണ്ടാകുന്നതിന് അങ്ങനെ ആ പേര്. ഇവിടെ ഫാസിക്കിന്റെ കൈക്ക് ഔലിയാന്റെ കറാമത്ത്. അതിനാ ഞാൻ നേരത്തെ ഉദാഹരണം കാണിച്ചത്. ഒരു ഫാസിക്കിന് കുട്ടി ഉണ്ടാകുക ഔലിയ പറഞ്ഞിട്ട്. അപ്പൊ ഔലിയനെ വിളിച്ചപ്പോ മുറി കൂടുക, അത് ഫാസിക്കിന്റെ മുറി കൂടുക, കുഴപ്പമില്ലല്ലോ. ഫാസിക്കായ ഒരു മനുഷ്യനിക്ക് അങ്ങനെ ഒരു ഔലിയാക്കന്മാരുടെ പേരിൽ കറാമത്ത് കാണിക്കാൻ പറ്റുമോ? ഫാസിക്കായ മനുഷ്യന്മാര് കൈക്ക് അവരുടെ ഔലിയാക്കന്മാരുടെ കറാമത്ത് വരിക. ഇത് ആദ്യത്തേതാ ഞാൻ പറഞ്ഞ. ആദ്യം ഫാസിക്കങ്ങളൊന്നും അല്ല ഇതിന്റെ ആളുകൾ. ആദ്യത്തിൽ ജിഫായി ത്വരീക്കത്തിലെ ശരിയായ ശൈഖുമാരും അവരുടെ ശിഷ്യന്മാരും അവരുടെ ത്വരീക്കത്തിൽ അംഗീകൃതമായിട്ടുള്ള മഹാൻ ഒരു വലിയ മഹാനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അനിസ്ലാമികമായിട്ടുള്ള അമുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ജിഫായി ഷെയ്ഖിന്റെ ത്വരീക്കത്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചെയ്തു വന്നിരുന്നതാണ്. അന്ന് വെളിപ്പെട്ടിരുന്നൊക്കെ സ്വാലിഹീങ്ങൾ കൈക്കാണ്. സ്വാലിഹീങ്ങൾ കൈക്ക് വെളിപ്പെട്ടിരുന്ന രീതിയിൽ ഫാസിക്കീങ്ങൾ ദിവ്യമായിട്ട് വരുന്നതാണെങ്കിൽ തന്നെ, അതായത് അള്ളാന്റെ ഭാഗത്തുനിന്ന് കറാമത്തായിട്ട് മറ്റൊരു ചേഷ്ടിയും ഉപകരണവും അല്ലാതെ സൂത്രങ്ങളൊന്നും ഇല്ലാതെ വരുന്നതാണെങ്കിൽ തന്നെ വരാം എന്നപ്പൊ ഞാൻ സംസാരിച്ചത്. അങ്ങനെ വരാൻ ഇമാമിയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് ആലിമിങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ടല്ലോ ആ ഫാസിക്കിന്റെ പുറം. ആലിമിങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. ഫാസിക്കീങ്ങൾ കൊടുക്കുന്നത് ഷെയ്ഖ് തങ്ങൾ അവർകളെ വിളിച്ചിട്ട് ഇങ്ങനെ മുറിവ് കൂട്ടുന്ന ഒരു കല ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇത് ഇത്തരത്തിലുള്ള ഒരു കല ഉണ്ടായിരുന്നു എന്ന് പറയാന്. അല്ല പണം ഉണ്ടാക്കാനുള്ള ഒരു ഇടപാടാണെങ്കിൽ അതൊക്കെ മോശപ്പെട്ട രീതിയാണെന്ന് മനസ്സിലായിക്കൂടി. ഇപ്പൊ ചെയ്യുന്ന ആളുകള് പലരുണ്ട്. ഉദാഹരണമായിട്ട് ഖലീഫമാര് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ നടക്കും. അവർ ജീവിതത്തിൽ ഒന്നുമില്ല, നിസ്കാരമല്ല, ഇബാദത്തുമില്ല, ഒന്നുമില്ല. ഷെയ്ഖ് തങ്ങളെ പേരും പറഞ്ഞിട്ട് ജീവിച്ചങ്ങനെ നടക്കണം. അതിന് അത്ഭുതം കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു നടപടിയുണ്ട്. ആ നടപടി പ്രകാരം ചെയ്യുന്നവർ മിക്കപ്പോഴും വല്ല ചെറിയ സൂത്രങ്ങളും പ്രയോഗിക്കും. മുറിവാകാതെക്കാനുള്ളതോ മുറിവായെന്ന് തോന്നാനോ അല്ലെങ്കിൽ മുറിവായത് കൂടിയെന്ന് തോന്നാനോ പറ്റുന്ന തരത്തിലുള്ള സൂത്രം. അതിനാ ഞാൻ സർക്കസ് എന്ന് പറഞ്ഞില്ലേ. സർക്കസ് പറഞ്ഞൊരു ഇടപാടില്ലേ, അതിലുള്ളത് ഇല്ലാത്തതായിട്ട് തോന്നും, കായികപരമായിട്ടുള്ള അഭ്യാസങ്ങളായിട്ടും തോന്നും, ഇല്ലാത്തത് ഉള്ളതായിട്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മാജിക് ഇനങ്ങളും ഉണ്ട്. ഈ രീതിയിലുള്ള ചില കള്ളത്തരങ്ങളും ചിലപ്പോൾ നടക്കും. ഏതാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. നടക്കുന്നത് ഇന്നത്തെ രീതിയിലുള്ളത് ഫാസിക്കീങ്ങളാണെങ്കിൽ അവർ ജീവിതത്തിന് വേണ്ടി നടക്കുന്ന ഒരു അഭ്യാസം നേരെ മനസ്സിലാക്കാനുള്ളൂ. അഭ്യാസം എന്ന നിലക്കാണെങ്കിലും അപകടമില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടാൽ ചെയ്യൽ അനുവദനീയമാണ്. നേരെ മറിച്ച് ഷെയ്ഖ് തങ്ങളവരുടെ കറാമത്ത് ബോധ്യപ്പെടുത്താനാണ് ആ ത്വരീക്കത്തിൽ ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയത്. അന്ന് ഷെയ്ഖ് തങ്ങളവരുടെ ഭക്തന്മാരായ ആളുകളും ആ ത്വരീക്കത്തിലുള്ള നല്ല മനുഷ്യന്മാരുമാണ് ഇതിന് നേതൃത്വം നൽകുക. അവർ ഷെയ്ഖ് തങ്ങളുടെ കറാമത്ത് ബോധ്യപ്പെടുത്തി അനിസ്ലാമികമായ രീതിയിൽ നിന്നും അമുസ്ലിമീങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാനായിരുന്നു അതൊക്കെ ചെയ്തത്. മിക്കവാറും കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇസ്ലാം പ്രചരിപ്പിച്ചത് സൂഫി വര്യന്മാരിലൂടെയല്ലേ.
അത് ജീവിച്ചിരിക്കുന്ന സൂഫിയറ്റന്മാരുടെ അത്ഭുതങ്ങൾ കണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുമുണ്ട്. വഫാത്തായവരുടെ അത്ഭുതം തെളിഞ്ഞിട്ട് ഇങ്ങനെയുള്ള മഹാത്മാക്കൾ ജീവിച്ചതാണോ ഇസ്ലാം എന്ന് കരുതിയിട്ട് വന്നതുമുണ്ട്. അതിന് ഉപകാരമാക്കാനും ഉപാധിയാക്കാനുമാണ് പണ്ടുകാലത്ത് നടന്നിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അല്ല, ഫാസിക്കായ ഒരാളിൽ നിന്ന് തന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ അയാളുടെ കൈക്ക് വരിക എന്ന് അതിനെ മനസ്സിലാക്കുക. ശൈഖ് തങ്ങളുടെ കറാമത്ത് അങ്ങനെ വരാം എന്ന് നമ്മുടെ ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.